ഹായ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ലുക്കാണ്. കുറേ വർഷങ്ങളായിട്ട് താടി വെച്ചിട്ടുള്ള സിനിമകളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടത്. എന്നാൽ ഇനി താടിയില്ലാതെ ലാലേട്ടൻ പഴയ പോലെ മീശയൊക്കെ പിരിച്ച് നല്ല കിടിലൻ ലുക്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണ് ലാലേട്ടൻ. സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ഇതൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ കാണിക്കുന്നത്. കയ്യിൽ ഷൂ ഒക്കെ ഊരിപ്പിടിച്ച് ചെരുപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷർട്ടൊക്കെ അഴിച്ചിട്ടിട്ടുള്ള ഒരു വേഷമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ലാലേട്ടൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് റിയലായിട്ട് പറയാം. കാരണം നമ്മൾ എങ്ങനെ പറഞ്ഞാലും ചില വാണങ്ങളുണ്ടാവും. വന്നിട്ട് പറയും, ഓ ഇവൻ്റെ ഒരു തള്ളൽ, ഇവൻ്റെ ഒരു ഉന്തലെന്നൊക്കെ പറയും. സത്യസന്ധമായിട്ട് പറയുന്നതാണോ, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ്റെ ഈ ഒരു ലുക്ക്. കാരണം കുറേ നാളായി നമ്മൾ താടിയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴാണ് താടി പഠിച്ചിട്ടൊരു സിനിമ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോഴാണ് നല്ല കിഡു ലുക്കിൽ തന്നെ കേട്ടോ. എനിക്കത് ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്കിലാണ് ലാലേട്ടൻ്റെ ഈ ഒരു പോസ്റ്റ് എനിക്ക് തോന്നിയത്. സിനിമയിൽ നായികയായിട്ടെത്തുന്നത് നമ്മുടെ മീര ജാസ്മിനാണ്. ആഷിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഉസ്മാൻ്റെ 21ാമത്തെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമ കൂടിയാണ്. അതുപോലെ രതീഷ് രവിയുടെയാണ് തിരക്കഥ. അതുപോലെ തന്നെ ജേക്സ് ബിജോയ് സംഗീതം, ഷാജി കുമാർ ഛായാഗ്രഹണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുക. ദൃശ്യം 2-ന് ശേഷം വീണ്ടും ലാലേട്ടൻ തൊടുപുഴയിൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂക്ക ലാലേട്ടൻ കഴിഞ്ഞ 16-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട്. ആ സിനിമയുടെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിരുന്നു. ഈ പോസ്റ്ററിനെ ചൊല്ലി ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വാക്പോരുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. 2020 എന്ന സിനിമയിൽ മമ്മൂക്കാക്ക് പ്രാധാന്യം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റർ. അതായത് മമ്മൂക്ക സെൻറ്ററിൽ നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ സൈഡിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് അന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ലാലേട്ടൻ്റെ ഫാൻസാണ്. കാരണം മമ്മൂക്കാക്ക് പ്രാധാന്യം ഈ സിനിമയ്ക്കകത്ത് കൂടുതലായി പോയി എന്നത് ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനകത്ത് എല്ലാവർക്കും തുല്യ കഥാപാത്രമാണെങ്കിൽ പോലും ലാലേട്ടന് ആ സിനിമയ്ക്കകത്ത് ഒരു പൊടിക്കെങ്കിലും മുൻതൂക്കം ആ സിനിമയ്ക്കകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. സിനിമ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. 10-16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ രണ്ടുപേരെയും ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ആരാധകർ അല്ലേ. ടീസർ വന്ന സമയത്താണെങ്കിൽ പോലും മമ്മൂക്കായി ലാലേട്ടനും ഒന്നിച്ച് ടീച്ചറിൽ കാണിക്കുമോ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായി. പക്ഷേ രണ്ടുപേരെയും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ അതിനകത്തൊരു മിലിറ്ററി ഓഫീസറായിട്ടാണ് എത്തുന്നത്. മമ്മൂക്കായും റിട്ടയർഡ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് ആ സിനിമയ്ക്കകത്ത് വരുന്നതെന്നാണ് തോന്നുന്നത്. ആ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ 2 സിനിമകൾ, അതൊന്ന് മമ്മൂക്കായും ലാലേട്ടനുമായിട്ട് വരുന്ന സിനിമ, മറ്റൊന്ന് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് ഇതിന്. ഔ ലെജൻഡ് എന്ന് പറയുന്ന ഒരു സാധാ പോലീസുകാരൻ്റെ റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും